ഒരു മഹാത്മാവിൻ്റെ അടുത്ത് ഒരു യുവാവ് ചെന്ന് ചോദിച്ചു, എങ്ങനെയാണ് എനിക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുക? മഹാത്മാവ് ഈ യുവാവിനെയും കൂട്ടി ഒരു കാടിൻ്റെ നിശബ്ദതയിലേക്ക് പോയി. അവിടെ ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അവർ രണ്ടുപേരും ഇരുന്നു. മഹാത്മാവ് യുവാവിനോട് പറഞ്ഞു, നീ നിന്റെ കണ്ണുകൾ അടച്ച് ഈ കാടിൻ്റെ ശബ്ദം കേൾക്കുക. യുവാവ് കണ്ണുകൾ അടച്ചു. ആ സമയത്ത് യുവാവ് പക്ഷികളുടെ ശബ്ദം കേട്ടു, കാറ്റിൻ്റെ ശബ്ദം കേട്ടു, ഇലകൾ തമ്മിൽ തൊടുന്ന മുട്ടി ഉരുമുന്ന ആ ഒരു ശബ്ദം കേട്ടു. കുറച്ച് സമയം കഴിഞ്ഞ് യുവാവ് സമാധാനത്തെ അറിഞ്ഞു. കുറച്ച് കഴിഞ്ഞ സമയത്ത് ഈ മഹാത്മാവ് യുവാവിനോട് ചോദിച്ചു, നീ നിന്റെ മൗനത്തെ അറിഞ്ഞോ? സമാധാനത്തെ അറിഞ്ഞോ? ആ സമയം യുവാവ് മഹാത്മാവിനോട് പറഞ്ഞു, മഹാത്മാവേ, എൻ്റെ ഉള്ളില് സമാധാനം നിറഞ്ഞിരിക്കുകയാണ്. അത് പറയുന്ന സമയത്ത് യുവാവിൻ്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞിരുന്നു. മഹാത്മാവ് പറഞ്ഞു, ഈ സമാധാനം നിന്റെ ഉള്ളില് ഉണ്ട്. നേരത്തെ അത് നിന്റെ ഉള്ളില് ഉണ്ട്. അത് നീ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുക എന്നുള്ള ഈ ഒരു ചോദ്യം നിന്നിൽ ഉണ്ടാവില്ലേ? നമ്മുടെ ഉള്ളിലുള്ള ആ സമാധാനത്തെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് സമാധാനം കണ്ടെത്തുക എന്നുള്ള ചോദ്യം നമ്മളിൽ ഉണ്ടാവുക ഇല്ലേ? എവിടെ പോയാലാണ് എനിക്ക് സമാധാനം കണ്ടെത്തുക എന്നുള്ള ചോദ്യവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ലേ? നമ്മുടെ മനസ്സ് മൗനത്തിലാകുമ്പോഴാണ് യഥാർത്ഥ പ്രകൃതത്തെ കാണാൻ കഴിയുന്നത്. നമ്മുടെ മനസ്സിൽ ചിന്തകൾ, ആശയങ്ങൾ, വികാരങ്ങൾ, ആലോചനകൾ, ആശങ്കകൾ ഇവ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ മൗനത്തിന് അവിടെ കടന്നു വരാൻ കഴിയില്ലേ? സമാധാനം അനുഭവിക്കാൻ കഴിയില്ലേ? മനസ്സിന് വൃത്തി വേണം, മനസ്സ് ശുദ്ധിയാകണം. മൗനത്തിലൂടെ മനസ്സിനെ ശുദ്ധിയാക്കാൻ സാധിക്കും. ഒരാള് യന്ത്രത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു സ്വിച്ച് ഇട്ടാൽ പ്രവർത്തിക്കുന്ന യന്ത്രം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ശക്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്, പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കും. ഈ പ്രതികരിക്കൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ കൂടുതൽ സമാധാനക്കേടിലേക്ക് നമ്മൾ പോകും. ആ സമയത്ത് പ്രതികരിക്കാതെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നമ്മൾ ആഴത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ മൗനത്തിന് കടന്നു വരാൻ സാധിക്കും. നമുക്ക് സമാധാനപ്പെടാൻ സാധിക്കും. ശരിക്കും എന്തിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് നമ്മൾ അറിയില്ലേ? നമ്മുടെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്, ഒന്നും നമ്മൾ അറിയുന്നില്ല. ശരിക്ക് നമ്മളിവിടെ വന്നിരിക്കുന്നത് മനസ്സിൻ്റെ ശുദ്ധിക്കാണ്. ആ ഒരു ശുദ്ധിയിൽ ആ ഒരു ശാന്തിയെ അനുഭവിക്കാനാണ്. ശരിക്ക് വാക്കുകളുടെ ഇല്ലായ്മയല്ല മൗനമെന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ സ്നേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. അതായത് നമ്മുടെ ഉള്ള് ശരിക്ക് നമ്മൾ പഠിക്കണം. പക്ഷെ കൂടുതൽ സമയവും നമ്മുടെ ശ്രദ്ധ പുറത്തെ കാര്യങ്ങളിലാണ്. പുറത്തെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നമുക്കുണ്ടാവുമ്പോൾ
നമ്മുടെ ഉള്ളിനെ പഠിക്കാൻ നമുക്ക് സമയം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മൗനത്തെ അറിയാൻ കഴിയുന്നില്ല. സമാധാനങ്ങളിൽ നമുക്ക് ജീവിക്കേണ്ടി വരുന്നുണ്ട്. അതായത് ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും ശ്രദ്ധ നമ്മുടെ ഉള്ളെന്ന് ഉണ്ടാവണം. ഇപ്പം നമ്മൾ ആഹാരം കഴിക്കുകയാണ്. ആഹാരം കഴിക്കുന്ന സമയത്ത് പൂർണ്ണ ശ്രദ്ധയോടെ ആഹാരം കഴിക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല. ആ സമയത്ത് നമുക്ക് ചുറ്റുമുള്ളവരോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇനി ആ ചുറ്റുമുള്ള ആളുകൾ ഇല്ലെങ്കിലും ചില സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഭക്ഷണത്തെ ശ്രദ്ധിക്കുന്നില്ല. ആ ശ്രദ്ധ അവിടെ ഉണ്ടാവുകയും ഒപ്പം നമ്മുടെ ഉള്ളിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് സമാധാനപ്പെടാൻ കഴിയും. അതേപോലെ നമ്മളൊരു യാത്ര ചെയ്യുകയാണ്. യാത്രയിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ആ കാഴ്ചയെ ശ്രദ്ധിക്കുക, ഒപ്പം നമ്മുടെ ഉള്ളിൽ ശ്രദ്ധിക്കുക. അതുപോലെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ അപ്പോഴും നമ്മുടെ ഉള്ളിൽ ശ്രദ്ധിക്കുക. ഒരു സംഗീതം നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത്, ഒരു നല്ല പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് ഇതെല്ലാം ശ്രദ്ധയോടെ, പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുക, ഒപ്പം നമ്മുടെ ഉള്ളിൽ ശ്രദ്ധിക്കുക. ഒന്നിനോടും ഒട്ടലില്ലാതെയുള്ള ആ ഒരു ശാന്തിയുടെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. അതിന് സൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണം. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, ഒരു വിശുദ്ധ ഗ്രന്ഥമുണ്ട്, അതിൽ ഒരു വചനമുണ്ട്. ആ വചനം നീ വായിച്ചു കഴിഞ്ഞാൽ നിന്റെ മനസ്സിനെ നിനക്ക് സമാധാനപ്പെടുത്താൻ കഴിയും. പക്ഷെ അത് ഏത് പേജിലാണെന്ന് ഞാൻ അറിയില്ല. നീ ആ വിശുദ്ധ ഗ്രന്ഥമെടുത്ത് ആ വചനം വായിക്കുക. അങ്ങനെ വളരെ സൂക്ഷ്മ ശ്രദ്ധയോടെ ഓരോ പേജും നമ്മൾ മറിക്കും. ആ വചനത്തെ ശ്രദ്ധിക്കും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനോടും ഒരു പൂർണ്ണ ശ്രദ്ധ, സൂക്ഷ്മമായുള്ള ശ്രദ്ധ നമുക്ക് വേണം. ശരിക്കും ഒരു മനുഷ്യൻ അവൻ്റെ യഥാർത്ഥ ശക്തി അനുഭവിക്കുന്നത് ഉള്ളിലൂടെ ശാന്തിയുടെ സാന്നിധ്യത്തിലാണ്. അവിടെ ചിന്തകള്, വികാരങ്ങള്, ആശയങ്ങള്, ആലോചനകള് അടങ്ങുമ്പോൾ മാത്രമാണ് അത് അനുഭവിക്കാൻ കഴിയുക. അതിന് ചിന്തകളെ, വികാരങ്ങളെ ഒന്ന് നിരീക്ഷിച്ച് നമ്മൾ അതിനെ തണുപ്പിക്കണം. അപ്പോൾ മൗനം അനുഭവിക്കാൻ കഴിയുകയും ഒപ്പം നമുക്ക് ശാന്തി അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും. ഒരിക്കൽ ഒരു സെൻ ഗുരുവിൻ്റെ അടുത്ത് ഒരു മഹാപണ്ഡിതൻ വന്നു. പണ്ഡിതന്റെ ഉള്ളിൽ അറിവിൻ്റെ ഭാരമുണ്ടായിരുന്നു. പണ്ഡിതൻ ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് ഉന്നതമായിട്ടുള്ള ജ്ഞാനത്തെ അറിയണം, അതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടോ? ഗുരു പണ്ഡിതനോട് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. ഗുരുവിൻ്റെ മുന്നിലെ പാത്രത്തിൽ നിന്ന് ചായ പണ്ഡിതന്റെ കപ്പിലേക്ക് ഒഴിച്ചു. കപ്പ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി. ഇത് കണ്ട പണ്ഡിതൻ പറഞ്ഞു, കപ്പ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണോ? അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങളുടെ മനസ്സും ഇതേപോലെയാണോ? അതിൽ ചിന്തകളും വികാരങ്ങളും ആശയങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണോ? അപ്പോൾ ഉന്നത ജ്ഞാനം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയില്ല. പണ്ഡിതന് കാര്യം മനസ്സിലായി. കാരണം അപ്പം ഗുരു പറഞ്ഞു, നിങ്ങൾ ഈ ഒഴിഞ്ഞ കപ്പ് പോലെയാവണം. ഇതേപോലെയാണ് നമ്മുടെ ഉള്ളിൽ ശൂന്യമാക്കണം. ശൂന്യമായിട്ട് ആക്കിയിട്ട് എല്ലാം നമ്മൾ ചെയ്യണം. ആ പ്രവൃത്തിയിൽ, ആ ഒരു ചെയ്യലിൽ നമുക്ക് ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ